Welcome back, Socio batch number 1, part number 5. ക്ലൈമറ്റിക് റീജൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ മാറ്റവും. അപ്പോൾ അതിൻ്റെ 5ാമത്തെ പാർട്ടാണ്, ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ്, ഫൈനൽ പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ 4 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ പാർട്ടിൽ നമ്മൾ ഓരോ റീജൻസിനെ കുറിച്ച്, ഓരോ ക്ലൈമറ്റിക് റീജൻസിനെ കുറിച്ചും അവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻസ് എന്താണ്, അവിടുത്തെ പ്രസിപ്പിറ്റേഷൻസ് എന്താണ്, റെയിൻഫോൾ, അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഗ്രാവിറ്റേഷൻസ് എത്രയാണ്, എത്രത്തോളമാണ് അവിടുത്തെ അഗ്രികൾച്ചർ സെക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അക്ഷാംശ രേഖകളുടെ സ്ഥാനം നമ്മൾ നോക്കി. ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തു. എല്ലാ കണ്ടൻറ്റുകളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ഫോമുകൾ അല്ലെങ്കിൽ അതിൻ്റെ പോയിൻ്റ് ബേസ് ആയിട്ടുള്ള നോട്ട്സാണ് തന്നിട്ടുള്ളത്. പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ പാർട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ടോപ്പിക്കാണ്. പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് റിയലായിട്ട് നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ച്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു സൈഡ് നല്ല നാച്ചുറൽ വെജിറ്റേഷൻസ് നമ്മുടെ പ്രകൃതിയിലുള്ളപ്പോൾ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് അന്തരീക്ഷ താപനിലയിലോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടലുകളിലോ പലതരത്തിലുള്ള ഒരു പ്രോബ്ലംസ് നമ്മുടെ എർത്ത് നിന്ന് സഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രി പർപ്പസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള കെമിക്കൽ കണ്ടെയ്ൻസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ പ്രകൃതിക്ക് അത് വളരെയധികം ദോഷമായിട്ട് മാറുന്നു. പിന്നെ ഡീഫോറസ്റ്റേഷൻസിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകൾ നമ്മുടെ എർത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. അത് തനതായിട്ട് സ്വാഭാവികപരമായിട്ടുണ്ടാകുന്ന നാച്ചുറൽ വ്യതിയാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഇടപെടലുകളും ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു അവയർനെസ് നമുക്ക് വേണം. സോ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാകാൻ സാധ്യത വളരെയധികം കുറവാണ് ഈ രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ. അപ്പോൾ അതിന് കൃത്യമായ ഒരു സസ്റ്റൈനബിലിറ്റി നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ പല പ്രോഗ്രാംസുകൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല പ്രോഗ്രാംസുകൾ നമ്മൾ നടത്തുന്നുണ്ട് നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ മറ്റൊരു പിക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത്, ഈ പിക്ചർ നോക്കുന്ന സമയത്ത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസ് 1950 മുമ്പ്, ദ പാസ്റ്റ് 1950, നമ്മുടെ റീജൻസുകളൊക്കെ പഠിച്ചു നമ്മൾ. ക്ലൈമറ്റിക് റീജൻസ് ഏറ്റവും മുകളിലത്തത് ടാൻഡ്രോ റീജൻസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ തൊട്ട് താഴെയുള്ള ടൈഗ റീജൻസ് പഠിച്ചു. മെഡിറ്ററേനിയൻ റീജൻസ് നമ്മളിതാ ഈ ഭാഗത്ത് പഠിച്ചു. ആൻഡ് ദെൻ ഇക്വേറ്റർ റീജൻസ് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഭാഗം എന്നറിയപ്പെടുന്ന മൺസൂൺ റീജിയൻസ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡിനെ കുറിച്ച് നമ്മളിതാ ഈ ഭാഗത്ത് പഠിച്ചു. ഏകദേശം നമ്മുടെ റഷ്യ, നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലെ മൊത്തത്തിലെ 1950 മുമ്പ് ഒരു നാച്ചുറൽ വെജിറ്റേഷൻ ഇസ് വെരി വെൽ ബിക്കോസ് ഓഫ് വലിയ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി പർപ്പസുകളൊന്നും പല രാജ്യങ്ങളിലും എന്ത് ചെയ്തിട്ടില്ല, ഇമ്പോസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് കാലാവസ്ഥയും വളരെ ആക്റ്റീവായിട്ട് തന്നെ കറക്റ്റ് മോഡുലേഷനിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നതെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഓഫ് ഇതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിക്ടോറിയൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ കോൾഡ് റീജിയൻസ്, ഏറ്റവും ആർട്ടിക്കും അതുപോലെ തന്നെ അന്റാർട്ടിക് റീജിയൻസ് ഒക്കെ ഉണ്ട്. ഈ 2 റീജിയൻസ് നോക്കുന്ന സമയത്ത് ഒരു നല്ല ഒരു ക്ലൈമറ്റിക് ചേഞ്ച് ഒന്നും അവിടെ എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഏകദേശം 21st സെഞ്ച്വറീസ് ആയ സമയത്ത് 2024 ആയപ്പോൾ, അല്ലാതെ പ്രസൻറ്റ് സമയത്ത് ഈ 2 പിക്ചറുകളെ നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ കോൾഡ് റീജിയൻസും ഇവിടെയുള്ള കോൾഡ് റീജിയൻസ് നമുക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 65% എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മെൽറ്റ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അവിടെ ജലാംശമായിട്ട് അവിടുത്തെ മഞ്ഞുരുക്കി പോയിട്ടുണ്ട്. ഈ മഞ്ഞുരുക്കി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയിലുള്ള ജലനിരപ്പുകൾ ഉയരാനും ആ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളിലും വളരെ വലിയ ഫ്ലഡ് സംഭവിച്ച് നമ്മുടെ ജനജീവിതം തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറാലിറ്റി തന്നെ നഷ്ടപ്പെടാനും പലതും നശിച്ച് എക്സ്റ്റിങ്ക്യൂഷൻ സംഭവിക്കാൻ, അതായത് അവിടെ നശീകരണം സംഭവിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വാഭാവികപരമായിട്ടുള്ള ക്ലൈമറ്റ് റീജിയൻസിൻ്റെ അല്ലെങ്കിൽ ക്ലൈമറ്റിക് സംഭവിക്കുന്ന പ്രോബ്ലംസുകളും അതുപോലെ തന്നെയാണ് ആസ് വെൽ ആസ് നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലുകളും ഡീഫോറസ്റ്റേഷനും ഇങ്ങനെയൊക്കെ കാരണങ്ങൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടും കാറ്റിൻ്റെയും ഹ്യൂമിഡിറ്റിൻ്റെ പ്രോബ്ലവും ഇതെല്ലാം ഇന്ന് നാച്ചുറലി വളരെ വലിയ ഒരു എഫക്റ്റ് നേടുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് തോന്നിയില്ല എങ്കിലും നമ്മുടെ അടുത്ത ജനറേഷന് ഇത് വളരെയധികം പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇന്നും അതിന് മുമ്പേയും പാസ്റ്റും പ്രസൻറ്റും നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേന്നറിയപ്പെടുന്നത് ദ ലോങ് ടൈം ഷിഫ്റ്റ് ഇൻ ദ വെതർ പാറ്റേൺ ആൻഡ് ടെമ്പറേച്ചർ കേസ് ബൈ ദ ഹ്യൂമൻ ആക്ടിവിറ്റി ഓർ ദ നാച്ചുറൽ വാരിയബിലിറ്റി.
മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർഫെയർ കൊണ്ട് ഇന്ന് നമ്മുടെ പ്രകൃതി പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും നേരിടുന്നുണ്ട്. ആൻഡ് ദെൻ അതേപോലെ തന്നെയാണ് ടെമ്പറേച്ചർ. ഈ ഭൂമിയിൽ എത്രത്തോളം നമ്മുടെ കെമിക്കൽ കണ്ടെയ്ൻസുകൾ നമ്മൾ ഭൂമിയുടെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രിക് ഓക്സൈഡൊക്കെ കൂടുന്നതിനനുസരിച്ച് അവിടെ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ഭൂമിയിൽ ഒരു പാളിയുണ്ട്, അത് എന്ത് ചെയ്യില്ല, കടത്തിവിടില്ല. അപ്പോൾ സ്വാഭാവികം ഇവിടെ തന്നെ നിന്നത് എന്ത് ചെയ്യും, സറൗണ്ടിങ് ചെയ്യും. പൂർണ്ണമായിട്ടും അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലും ഭൂമിയുടെ മീൻസ് അറ്റ്മോസ്ഫിയറിലും ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് അനിയന്ത്രിതമായിട്ട് അൺകൺട്രോളബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻസിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നിയന്ത്രിച്ചില്ല എങ്കിൽ അവിടെ പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലുതായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ നേരിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോസസുകളാണ് നാച്ചുറൽ സൈക്ലിക് ചേഞ്ചസുകൾ, ഐസ് ഏജുകൾ. കണ്ടോ, സൈക്ലിക് ചേഞ്ചസുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഐസ് ഏജ് മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞുരുകുന്നത് വളരെ വളരെ വലിയൊരു നാച്ചുറൽ ഇമ്പാക്റ്റ് തന്നെ സംഭവിക്കും. അതായത് നാച്ചുറലിൻ്റെ തന്നെ ഒരു നാച്ചുറാലിറ്റി തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഐസ് ഏജസ് എന്നറിയപ്പെടുന്നത്. അത് മെൽറ്റൻ എത്രത്തോളം സംഭവിക്കുന്നോ അത്രത്തോളം നമ്മുടെ നദികളും കടലിൻ്റെ നിരപ്പും ഒക്കെ എന്ത് ചെയ്യും, വളരെ ഉയർന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ സാധാരണ ഇപ്പോൾ ഐസ്ലാൻഡുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കടൽ പ്രദേശത്തുള്ള രാജ്യങ്ങളുണ്ടായിരിക്കാം. അവിടെയൊക്കെ സബ്സിസ്റ്റൻസ് ആയിട്ട് ഉപജീവനം നടത്തി വരുന്ന ജീവികൾ, മനുഷ്യർ, ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരിക്കും. ഈ സ്പീഷീസുകളെല്ലാം നശിച്ചു പോകുന്നതിന് കാരണമായിട്ട് എന്ത് ചെയ്യും, മാറും. സോ നമ്മൾ തന്നെയാണ് നമ്മുടെ നാച്ചുറലിനെ നശിപ്പിക്കുന്നതും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രേരണ കൊടുത്താൽ മാത്രമേ കൃത്യമായ രീതിയിൽ നശീകരണം തന്നെ നമ്മളതിനെ നടത്താൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നുണ്ട് ആന്ത്രോപോജനിക് ഹ്യൂമൻസിൻ്റെ ഇടപെടൽ, ഡിഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഓയിൽ മൈനിങ്. നമ്മൾ അനാവശ്യമായ ഒരു ഗ്രീഡി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഡിഫോറസ്റ്റേഷൻ സംഭവിക്കാം അല്ലേ. ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവൊക്കെ വളരെ വളരെ വലുതായിട്ട് CO2 ഒക്കെ കൂടുന്നതിന് കാരണമാവും. CO2 കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടി വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമുക്ക് വളരെ വലിയ രീതിയിലുണ്ടാവും. ഇത് നമ്മുടെ സ്പീഷീസുകൾ, അതായത് ഹ്യൂമൻ സ്പീഷീസ് ഇൻക്ലൂഡിങ്, അത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻസ്, നമ്മൾ വ്യാവസായവൽക്കരണം കൂടുന്നതിനനുസരിച്ച് കെമിക്കൽ കണ്ടെയ്ൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിക്കൽ കണ്ടെയ്ൻസ് നമ്മുടെ ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് അതെന്ത് ചെയ്യും, വ്യാപിക്കും. സ്പ്രെഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണക്കിലുള്ള ടെമ്പറേച്ചറിൻ്റെ അളവ് വളരെയധികം കൂടും. അത് അമ്ലമഴ, അതുപോലെ തന്നെ ആസിഡ് മഴ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ഉണ്ടാവുകയും നമ്മുടെ സാധാരണ സ്പീഷീസുകളൊക്കെ വളരെ വേഗം അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ കെയർഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരണം. നിയമങ്ങളാണല്ലോ, ലോ ആണല്ലോ ഒരു രാജ്യത്തിനെയും ഒരു രാഷ്ട്രത്തിനെയും ഒരു ലോകത്തിനെയും തന്നെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ലോ മേക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ നമുക്കിവയെല്ലാം കൃത്യമായി ഒരു റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിനെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർ പല പ്രോഗ്രാംസുകളും എന്ത് ചെയ്യുന്നത്, രാജ്യം മുഴുവനായിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റൈസിങ് സീ ലെവൽ. നമ്മുടെ വളരെ റാപ്പിഡായിട്ട് നമ്മുടെ സീ ലെവൽ വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഇത് കാരണം മഞ്ഞുരുകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ മെൽറ്റിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലേസിയേഴ്സുകളിൽ എത്രത്തോളം മഞ്ഞുരുകുന്നുവോ അതിനനുസരിച്ച് ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റൈസിങ് ദ സീ ലെവൽസ്. ഏകദേശം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ കാണിച്ച ആ പിക്ചറിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 1950 മുമ്പ് വരെയൊക്കെ ഇത്രയും ഒരു നാച്ചുറൽ കോൾഡ് റീജിയൻസ് ഉണ്ടായിരുന്നപ്പോൾ അത് 2024 അല്ലെങ്കിൽ 25, 26, 21st സെഞ്ച്വറീസ് ആയപ്പോൾ ഈ ഭാഗങ്ങൾ മുഴുവനും കണ്ടോ നിങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ മുഴുവനും അവിടുത്തെയുള്ള ഒരു ടോട്ടൽ മെൽറ്റിന്, അതായത് ഒരു 80% അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടും ഏകദേശം അവിടെ ഉരുകി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആ നാച്ചുറാലിറ്റി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത് മാത്രമല്ല, ഈ മറ്റു ഭാഗങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നോർത്ത് അമേരിക്കയുടെ ഈ റീജിയൻസ് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡുകളാണ് അല്ലേ, നമ്മളത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം നോക്കിയാൽ നിങ്ങൾ, അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം പലതരത്തിലുള്ള പ്രോബ്ലംസുകളും സംഭവിച്ചു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ടെമ്പറേച്ചറിൻ്റെ ഇക്വേറ്ററിനൊക്കെ അടുത്തുള്ള റീജിയൻസിൽ കഠിനമായ ഉഷ്ണമേഖല ടെമ്പറേച്ചർ റീജിയൻസുകളായി മാറി. അതുപോലെ തന്നെ അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സംഭവിച്ചു. ഇതുപോലെ തന്നെ സൈക്ലോണിക് എഫക്റ്റുകളൊക്കെ അല്ലേ, നമ്മൾ ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ സൈക്ലോണിക് എഫക്റ്റൊക്കെ നമ്മുടെ ഭൂമിയിലൊക്കെ വളരെ വേഗത്തിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറുന്നു.
ഇതൊരു ജനറേഷനെ തന്നെ എന്ത് ചെയ്യും, നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് 1 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതിപ്പം അതിനേക്കാളും 50 അല്ലെങ്കിൽ 100 മടങ്ങ് ഇരട്ടി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്നറിയപ്പെടുന്നത് നമ്മുടെ റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ വേൾഡ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗ്ലോബൽ വാർമിംഗ് ഈ ക്ലൈമറ്റ് റീജൻസിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയാനുണ്ട്. 2 രാഷ്ട്രങ്ങൾ, നിങ്ങൾ ടെസ്റ്റിൽ തന്നെ പേജ് നമ്പർ ഏകദേശം 51 പോലുള്ള പേജുകളിൽ നിങ്ങളൊന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഇന്ന് ക്ലൈമറ്റ് റീജൻസിനെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 2 രാഷ്ട്രങ്ങൾ, ഒന്ന് മാലദ്വീപ്സും അതുപോലെ തന്നെയാണ് നേപ്പാൾ പോലുള്ള 2 രാഷ്ട്രങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ഈ 2 രാഷ്ട്രങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേപ്പാൾ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം എവറസ്റ്റ് അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെയൊക്കെ ആ ഒരു ഫോണ്ടിയർ പ്ലേസ് ആണ്. അവിടെ ആ നാച്ചുറാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടത്തുള്ള മഞ്ഞ് എത്രത്തോളം ഉരുകുന്നോ അത് എഫക്റ്റ് ചെയ്യുന്ന ആരെയായിരിക്കാം? ഏറ്റവും കൂടുതൽ ഈ മാലദ്വീപ്സ് പോലുള്ള രാഷ്ട്രങ്ങളെയാണ്, നമ്മുടെ നേപ്പാൾ പോലുള്ള രാഷ്ട്രങ്ങളെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പിക്ചറൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ പിക്ചറിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവിടുത്തെ മിനിസ്റ്റേഴ്സുകൾ ഹിമാലയത്തിൻ്റെ താഴെ വന്ന് ഞങ്ങളുടെ പ്രകൃതിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അത് പ്രൊട്ടക്റ്റ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കും, ഞങ്ങളെല്ലാം എന്ത് വേണ്ടി വരും, ലോകത്തിൽ തന്നെ ഒരു ഇങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പിന്നീട് ചരിത്രത്തിൽ പഠിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാനും ലോകരാഷ്ട്രങ്ങൾ ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും അവിടെ നിങ്ങൾക്ക് പേജ് നമ്പർ 51 നിങ്ങൾക്ക് ആ ഒരു പ്രദേശം അല്ലെങ്കിൽ അവിടുത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിനെ കുറിച്ച് കാണാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് കാണുന്നതാണ് നമ്മുടെ മാലദ്വീപ്സ് എന്നറിയപ്പെടുന്നത്. മാലദ്വീപ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. മാലദ്വീപ്സ് എന്നറിയപ്പെടുന്ന രാഷ്ട്രം ഒരു സമുദ്രനിരപ്പിൽ നിന്ന് കുറഞ്ഞത് ഒരു 1.5 മീറ്റേഴ്സ് മാത്രമേ ഉയരുള്ളൂ. അതൊരു 2.5 മീറ്റേഴ്സ് ആയിക്കഴിഞ്ഞാൽ, അതായത് കടൽ നിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ മാലദ്വീപ്സ് പിന്നെ ഇല്ല. അപ്പോൾ അത്രയും ജലനിരപ്പ് ഉയരാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ രാജ്യത്തിൻ്റെ ഒരു കടമയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതിനുള്ള ഒരു കോപ്പറേഷൻ കാണിച്ചേ പറ്റൂ. ബിക്കോസ് ഓഫ് അവിടുത്തെ ഇൻഡസ്ട്രി സെക്ടർ ഉയരുമ്പോൾ അതിനനുസരിച്ച് കെമിക്കൽ കണ്ടൻസ് ഉയരും, ടെമ്പറേച്ചർ ഉയരും, കാർബൺ ഡൈ ഓക്സൈഡ് ഉയരും. ഇതെല്ലാം നമ്മുടെ മോൾഡനായിട്ട് മെൽറ്റൺ സംഭവിച്ച് അത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന് ഇതേപോലുള്ള ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ, അപ്പോൾ അവിടെ നമ്മുടെ സമുദ്രത്തിന് അടിയിൽ വെച്ചൊക്കെ നമ്മുടെ സ്പീഷീസുകളും അതുപോലെ തന്നെ മത്സ്യബന്ധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ലോകത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നടന്നതായിരുന്നു ആ 2 പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മീറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ചില രാഷ്ട്രങ്ങളെന്നല്ല, ഏകദേശം 99% ഓഫ് നാഷനും ഇന്ന് ലോകത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് അവിടുത്തെ നാച്ചുറൽ ഒരു സെറ്റിൽമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മൾ കേരളം തന്നെ ആലോചിക്കുക. കേരളത്തിൽ തന്നെ മൺസൂണിൻ്റെ സീസൺസ് ഒക്കെ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ അഗ്രികൾച്ചർ സെക്ടർ പ്രോബ്ലം സംഭവിക്കും. അതുപോലെ തന്നെ റിട്രീറ്റിംഗ് മൺസൂൺ സമയത്ത് നമ്മുടെ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ മഴ ലഭിച്ചില്ല എങ്കിൽ അത് കൂടുതലായിട്ടുള്ള അവിടെയുള്ള അഗ്രികൾച്ചറിനെ ബാധിക്കും, ജനജീവിതത്തെ ബാധിക്കും, വരണ്ട പ്രദേശമാവും, ഹ്യൂമിഡ് സമ്മർ റീജൻസ് ആയിട്ട് മാറും, ഡ്രൈ സമ്മർ റീജനായിട്ട് മാറും. അത് വളരെയധികം പ്രത്യാഘാതങ്ങൾ മനുഷ്യനെ ബാധിക്കും, പ്രോബ്ലംസുകൾ ഉണ്ടാവും. ഇതെല്ലാം സഹിക്കേണ്ടത് നമ്മുടെ അടുത്ത ജനറേഷനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനും തന്നെയായിരിക്കും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗ്ലോബൽ വാർമിംഗ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആഗോള താപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേ പറയുന്നത്? നമ്മൾ നേരത്തെ നോക്കിയ പോലെ അന്തരീക്ഷത്തിൽ നാച്ചുറൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, വായുമർദ്ദങ്ങളും കാറ്റുകളും വർഷണം, അല്ലേ? ഇവയൊക്കെ പ്രധാനമായിട്ട് ഒരളവിലപ്പുറമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെയെല്ലാം പ്രോബ്ലം സംഭവിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെയൊക്കെ കറക്റ്റ് കൺട്രോളബിളായിട്ട് നിർത്തണം. അതിലൊന്നാണ് ഈ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആ ഒരു പിക്ചറൈസേഷൻ കണ്ടാൽ മനസ്സിലാവും. എന്താണ് ഈ ആഗോള അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നറിയപ്പെടുന്നത്? ഇതിന് ഫസ്റ്റ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അന്തരീക്ഷത്തിൽ ചില വാതകങ്ങളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ എന്നറിയപ്പെടുന്നത്. ശരിയല്ലേ പറയുന്നത്? ഈ അന്തരീക്ഷത്തിലുള്ള ഈ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂര്യനിലുള്ള താപം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. ഗ്രീൻ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. നമ്മളുടെ അന്തരീക്ഷത്തിൽ സൂര്യൻ്റെ താപത്തെ എത്രത്തോളം അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ആഗീകരണം ചെയ്യാൻ, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ്.
അതിന് ഉദാഹരണങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. CO2, N2O, CH4, H2O ഇങ്ങനെ തുടങ്ങുന്ന പല വാതകങ്ങളും നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ, അതായത് വിൽ ബി ഇൻക്രീസിങ്, എത്രത്തോളം അത് കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിലുള്ള ടെമ്പറേച്ചറിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കും. ഇതെന്തിനാണ് നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതാപനം. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചൂട് എത്രത്തോളം കൂടുന്നോ അത് നമ്മുടെ ഈ ലോകത്തിൻ്റെ തന്നെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുതലായിട്ട് വർദ്ധിക്കുകയും സോ ദ എക്സസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഓഫ് ദ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലേ, പ്രധാനമായിട്ടും ഈ ആഗോളതാപനം വന്നു കഴിഞ്ഞാൽ ചൂടിൻ്റെ സാന്നിധ്യം കൂടി അവിടെ മെൽറ്റൺ സംഭവിച്ച് ഭൂമിയിൽ തന്നെ ജലനിരപ്പ് ഉയരുന്നതിനൊക്കെ കാരണമായിട്ട് മാറും. അപ്പോൾ ആഗോളതാപനം കൂടുന്നത് ഈ നൈട്രസ് ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നുകൊണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് മാത്രമാണോ? അല്ല, ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. മനുഷ്യൻ്റെ ഇടപെടൽ, അവൻ്റെ ഇൻഡസ്ട്രി പർപ്പസ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പർപ്പസ്, ഇതൊക്കെ കൊണ്ട്, അതുപോലെ തന്നെ ഫ്യൂവൽ ബേണിംഗ്, മൈനിങ്, ഇതെല്ലാം കൊണ്ട് അവിടെ എന്തുണ്ടാകുന്നു? പലതരത്തിലുള്ള നമ്മൾ പ്രോബബിളി പല പ്രോബ്ലവും എന്ത് ചെയ്യുന്നു? അവിടെ നേരിടേണ്ടി വരുന്നു. സോ ഇൻക്രീസിങ് ഓഫ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ പറയുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസുകളുണ്ട്, ഫോസിൽ ഫ്യൂവൽ ബേണിംഗ് ഒക്കെ കൊണ്ട് അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മുടെ സ്പീഷീസുകളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ സീ ലെവലിങ് നിങ്ങളിത് ഈ ഒരു കണക്ക് നോക്കിയാൽ മനസ്സിലാവും. 10 to 20 ഉണ്ടോ മീറ്റേഴ്സ് കൊണ്ട് പെർ ഇയർ മില്ലിമീറ്റർ ഇതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടെമ്പറേച്ചറും 1.1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കമ്പയറിങ് ടു ദ 1900 1900 മുതൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1850 മുതൽ 1900 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 1.1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഉയരുകയാണെങ്കിൽ ഒരു 100-150 വർഷത്തിനകം നമ്മുടെ ഭൂമി എന്നറിയപ്പെടുന്നത് ഹൈലി ടെമ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനായിട്ട് മാറും. ഇത് നമ്മുടെ സ്പീഷീസിന് തന്നെ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ കണ്ടോ, സീ ലെവൽ റൈസസ് ആവുന്നു, ഫോസിൽ ഫ്യൂവൽ ബേണിങ് ആൻഡ് ദെൻ റൈസിങ് ഓഫ് ഗ്ലോബൽ ടെമ്പറേച്ചർ. ഈ പറയുന്ന ഫ്യൂവൽ ബേണിങ്ങും ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രീതി കണ്ടോ നിങ്ങൾ? ഈ ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ 52 നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് പറയുന്നതാണ് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും, അതേപോലെ തന്നെയാണ് ആസ് വെൽ ആസ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളെ കുറിച്ചും ഗ്രീൻ ഹൗസ് ഇമ്പാക്റ്റുകളെ കുറിച്ചും പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു പോവാം. ഭയങ്കരമായ പാടുള്ള അല്ല, ഇതൊക്കെ നമ്മൾ അവെയറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ടതാണ് ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സുകൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ തന്നെ പല അസോസിയേഷനും ഓർഗനൈസേഷൻസുകളും രൂപീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1950 നടന്ന എസ്റ്റാബ്ലിഷിംഗ് ഓഫ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ, WMO എന്ന് പറയും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനീവയിലായിരുന്നു 1950 ഇത് കൂടിയിരുന്നത്. ഏകദേശം 10ഓളം രാഷ്ട്രങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകം മുഴുവനായിട്ടുമുള്ള എന്ത് ചെയ്യുക? ഒരു മെട്രോളജിക്കലി ലോകം മുഴുവൻ നമ്മുടെ പരിസ്ഥിതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷിംഗ് ആയിട്ടുള്ള പരിസ്ഥിതി എൻവോൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി 1920 സെഞ്ചുറീസിലായിരുന്നു. 1992 ആയപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? എർത്ത് സർട്ടിഫിക്കറ്റ് UN അജണ്ട 21, ഭൂമി ഏകദേശം 21 അജണ്ടകൾ അടങ്ങുന്ന 1992 തന്നെ ഒരു എർത്ത് സബ്മിഷൻ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ്? റിയോ ഡി ജനീറിലാണ്, ബ്രസീൽ വെച്ചാണ് ഭൂമിയെ ഒരു പൊതിഞ്ഞ കവചം പോലെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 21 അജണ്ടകൾ ഒരുമിച്ച് ചേർന്ന് UN എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്ന ഒരു ഇതായിരുന്നു, ഓർഗനൈസേഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോളായിരുന്നു എർത്ത് സബ്മിറ്റ് 1992. 1997 കോട്ടോ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത് റെഡ്യൂസിങ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ടെമ്പറേച്ചർ വളരെയധികം കുറയ്ക്കണമെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള ഇൻഡസ്ട്രി പർപ്പസുകൾ വളരെയധികം കുറയ്ക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക, നൈട്രസ് ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുക. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അനാവശ്യമായിട്ടുള്ള മൈനിങ്, ബേണിംഗ്, അതുപോലെ ഫ്യൂവൽ കൺസപ്ഷനൊക്കെ കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള
നിയമങ്ങൾ കൊണ്ടുവന്നതായിരുന്നു 1997 കോട്ടോ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദ റെഡ്യൂസിങ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഒരുപാട് നിങ്ങളങ്ങ് കാട് കയറി പഠിക്കാതിരിക്കാനാണ് ഞാൻ കൂടുതൽ ഇൻഫർമേഷൻ പറയാതിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സാധാരണ എക്സാമിനേഷന് 1-2 മാർക്കോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് എസ്റ്റാബ്ലിഷിങ് അതിനകത്ത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി എഴുതാൻ പറ്റുന്ന ടോപ്പിക്സുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അവെയറായിട്ട് മനസ്സിൽ എന്ത് ചെയ്യുക, വയ്ക്കുക. 2015 നമ്മൾ 21st സെഞ്ച്വറീസിൽ പാരീസ് അഗ്രിമെൻറ്റ് കൊണ്ടുവന്നു, ഗ്ലോബൽ കോർപ്പറേഷൻ എഗനിസ്റ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച്. പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആഗോള വ്യാപകമായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നത് എങ്ങനെയെന്നും അതിനെക്കുറിച്ച് പഠനം നടത്തുക, അതിനെക്കുറിച്ചുള്ള ഒരു പ്രിക്യൂഷൻസ് എടുക്കുക, അതിന് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുക. ദാറ്റ് ഈസ് റിയൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു പാരീസ് അഗ്രിമെൻറ്റ്. 2015 പാരീസ് അഗ്രിമെൻറ്റ് എന്നറിയപ്പെടുന്നത്. 2023 നമ്മൾ ഏകദേശം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുമ്പ് വന്ന ഒരു സബ്മിഷനായിരുന്നു G20 സബ്മിറ്റ്. ഏകദേശം 20ഓളം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ ലോകത്തിലെ തന്നെ ഡിഫോറസ്റ്റേഷനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ നമ്മൾ തടയുക, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ. അതായത് ഡെവലപ്മെൻറ്റ് ആവശ്യമല്ലെന്നല്ല, ഡെവലപ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഓഫ് മോഡേൺ യുഗത്തിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പ്രകൃതിയെ തന്നെ, നമ്മുടെ എൻവോൺമെൻറ്റിനെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, ഒരുപാട് ബാധിക്കാത്ത രീതിയിൽ. ഓൾറെഡി നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് പല ഇമ്പാക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട്, ശരിയല്ലേ പറയുന്നത്? അപ്പോൾ അത് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് ഒരിക്കലും ഒരു കൂടുതലാവരുത് എന്നുകൊണ്ട് വന്നതായിരുന്നു ഏത് G20 സബ്മിറ്റ്, ദ ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ദ ഗ്രീൻ ഡെവലപ്മെൻറ്റ്. പ്രകൃതിയെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഹരിതഗ്രഹമാക്കി മാറ്റുക എന്ന് കൊണ്ടുവന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു 2023 ഏതെന്നറിയപ്പെടുന്ന G20 സബ്മിറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ സിമ്പിൾ ഇതാ കൊടുത്തിട്ടുണ്ട്. 1950 ജനീവ, 1992 റിയോ ഡി ജനീറോ ബ്രസീൽ, ആൻഡ് 1997 ക്യോട്ടോ ജപ്പാൻ, 2015 പാരീസ് ഫ്രാൻസ്, ആൻഡ് 2023 ന്യൂഡൽഹി ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നടന്ന ഓർഗനൈസേഷൻസ് ആൻഡ് എഗ്രിമെൻറ്റ്സ്, പിന്നെ പ്രോട്ടോകോൾസുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന കുറച്ച് പോയിന്റുകളും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഡിസ്കഷൻ ദ പോയിന്റ് ഓഫ് ക്ലൈമറ്റ് റെഫ്യൂജസ്. ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കുറച്ചൊക്കെ ഒരു ഫേവറബിൾ ആയിട്ടായിരിക്കും ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ജീവിക്കുന്നത്. എങ്കിലും പ്രോബ്ലംസ് ഒരുപാടുണ്ട്. പക്ഷെ മറ്റു രാഷ്ട്രങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നുണ്ട്, പല മിറ്റിഗേഷൻസുകളും ഉണ്ടാകുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, കീ ഫോക്കസ് ഓഫ് ഏരിയ നമ്മൾ ഇതിൽ തന്നെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് റെഫ്യൂജസ് അല്ലെ, മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഫോഴ്സ് ടു മൈഗ്രേറ്റ് ഡ്യൂ ടു ദ ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇവിടെ കൊണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അത് ഡ്രോപ്സ് ഉണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, സീ ലെവൽ റൈസ് ഉണ്ട്. ഇതൊക്കെ കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. അവരുടെ സ്വന്തം ബർത്ത് പ്ലേസിൽ അല്ലെങ്കിൽ ബർത്ത് നാഷണലിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവുകയും അവർ മൈഗ്രേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും അല്ലേ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വെള്ളത്തിൽ വീഴുന്ന മരിക്കാം, നമ്മുടെ കടൽ മാർഗം ക്രോസ് ചെയ്യുമ്പോഴൊക്കെ മരിക്കാം. ഈ സമയത്ത് എനിക്ക് അലൻ കുർദി അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ നമ്മൾ ഓർമ്മയില്ലേ. അപ്പോൾ അത് വേറെ പ്രോബ്ലം ആയിരുന്നു. എങ്കിലും അയലാൻ കുർദി അല്ലേ. അപ്പോൾ അതിനെ പോലെയൊക്കെ ഉള്ള ഒരുപാട് പേർക്ക് ഈ മൈഗ്രേഷൻ സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മുടെ എന്ത് ചെയ്യുക, പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഹ്യൂമൻസിൻ്റെ ഇടപെടലുകളൊക്കെ ഏകദേശം 50 മില്യൺ പീപ്പിൾ ഹാവ് ഓൾറെഡി ബീൻ ദ ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു ദ ക്ലൈമറ്റ്. കണ്ടോ, 50 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ന് ലോകം മുഴുവൻ ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വേദനാജനകമാണ്. ഒരു സ്ഥലത്ത് നിന്നൊക്കെ സ്വന്തം രാജ്യത്തിൽ നിന്നും പ്ലേസിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമെന്നറിയപ്പെടുന്ന ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആണ് അല്ലേ. നമുക്ക് തന്നെ പ്രകൃതി ഒരു എനർജി നൽകുന്നുണ്ട്, അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ നമ്മൾ സംരക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ദ ഫോറസ്റ്റ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസ് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിസ്റ്റമാണ് ഫോറസ്റ്റ്. പ്രൊട്ടക്റ്റ് ചെയ്തില്ല എങ്കിൽ അവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇതൊക്കെയാണ്. ഫ്ലഡ് ഉണ്ടാവാം. ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ഫോറസ്റ്റ്, ഒരു പരിധിയല്ല, ഒരു 90% ഫോറസ്റ്റ് ഇതിനെയൊക്കെ തടയിടുന്നുണ്ട്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സിസ്റ്റമൊക്കെ ഒരുപക്ഷെ ഉണ്ടാവുന്നുണ്ട്. അത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഹ്യൂമൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിർണായക പങ്ക് ഫോറസ്റ്റിനുണ്ട്. സോ ഡോണ്ട് ഡിഫോറസ്റ്റേഷൻ. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഡിസാസ്റ്റർ കേസ് ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടോ, ഈ ക്ലൈമറ്റ് നമ്മൾ എത്രത്തോളം ദുരുപയോഗം ചെയ്യുന്നു അതിനനുസരിച്ച് അവിടെ നമുക്ക് പ്രോബ്ലം ഉണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും, ഡ്രോട്ട് ഉണ്ടാവാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇത് നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറാം. സോ വി ഹാവ് ടു പ്രൊട്ടക്റ്റ്. നമ്മൾ നമ്മുടെ എൻവോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മുടെ എനർജീനെ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് നോക്കണം. പ്രൊട്ടക്റ്റ് ഇൻ ദ ഫോറസ്റ്റ്, അഡോപ്റ്റ് ഇൻ ന്യൂ ടെക്നോളജി, എൻകറേജ് ഇൻ നോൺ കൺവെൻഷണൽ എനർജി. പ്രകൃതി തന്നെ നൽകിയിരിക്കുന്ന
പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ മാക്സിമം ഉപയോഗിച്ച് നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിന് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന പ്രകൃതിക്ക്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നോൺ കൺവെൻഷൻ എനർജീസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് നമ്മുടെ ഈ മുഴുവൻ ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഏകദേശം 5 പാർട്ടായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കടന്നു പോയത്. ഈ 5 പാർട്ടിലും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അവിടെയുള്ള പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചു, വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിച്ചു, ഗ്രാസ് ലാൻഡുകൾ, ഫോറസ്റ്റ് റീജിയൻസിനെ കുറിച്ച് പഠിച്ചു. ഇവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 5 ചാപ്റ്ററിൻ്റെയും നോട്ട്സുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള PPT വർക്കുകളോ മലയാളം നോട്ടോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഞാനത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലിഗ്രാം വഴി അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങളതെടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മലയാളം നോട്ട് ഇടുകയുള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അതിന് പറയുക. ഇംഗ്ലീഷ് നോട്ട് വേണമെങ്കിൽ അങ്ങനെയും പറയുക. ഇംഗ്ലീഷ് നോട്ട് ടെലിഗ്രാം വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? സോ താങ്ക് യു സോ മച്ച്. പഠിക്കുക.